കടുവ കേട്ടോ. കടുവയാണ് ഇങ്ങനെ വൃത്തിയായിട്ട് തിന്നുക. മറ്റാണെങ്കിൽ ചെന്നായ്ക്കളാണെങ്കിൽ വേറെ പീസ് കൊണ്ടുപോയിട്ടുണ്ടാവും. കടുവയാണെങ്കിൽ അവന്റെ രാജ്യമല്ലേ. അതെ അതെ, കടുവ കടുവ. ഇതെന്തത്? മാന്റെ ഇല്ല. മാനോ? മാന് നമ്മളെന്താ അവിടെ കൊക്കുണ്ടാക്കുന്ന മാനില്ല. അവന്റെ ഈ എല്ലാണ് ഈ തെങ്ങ് ചെത്തുന്നവര്, പിന്നെ അല്ല പന ചെത്തുന്ന കള്ള് ചെത്തുന്നില്ലേ, കള്ള് അതിന്റെ കൊല ഉടയ്ക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്നു കേട്ടോ. മാന് കടുവ പിടിച്ചെന്ന് അറിയോ, കടുവ മാത്രമേ കഴിക്കുള്ളൂ. ആൺകടുവ ഉണ്ട്, ആൺകടുവ അല്ലെ പെൺകടുവയും കൂടി, അല്ലെ പെൺകടുവയാണെ മക്കളും പെൺകടുവയും കൂടി. അപ്പൊ ഇവരിവിടെ നിന്നിട്ട് വട്ടത്തിൽ നിന്ന് കഴിക്കും. അതുകൊണ്ടാണ് ഈ എല്ല് ഇവിടെ കിടന്നത്. അതാണ് ചെന്നായിയാണ് ഒരു കഷ്ണം അടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകും, ഒരു കഷ്ണം കടിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോകും. അങ്ങനെ ഇത് ഇവിടെ ഉണ്ടാവൂല. അതെ അതെ അതെ, മാനിന്റെ അസ്ഥി കൂടെന്ന് പറയാനല്ല, അസ്ഥിയുടെ ഭാഗങ്ങൾ ബാക്കിയൊക്കെ കൊണ്ട് ഫ്രൈ ആക്കിണ്ടാവും. ഒന്നും പല്ല് കണ്ടോ മാന്റെ പ്രത്യേകം എന്താ, അടിത്തട്ടില് ഇതിന്റെ മേലെ അടിത്തട്ടിലാ പല്ല് കിട്ടുന്നുണ്ടോ. അടി കോരുന്നുണ്ടോ, കല്ലുണ്ടോ. വളരെ സാധു മൃഗാണ്. നമ്മൾ പുലിന്റെ കാര്യം പറഞ്ഞല്ലോ, പുലി ടൈഗർ പവറാണ്. കടുവ രാജാവാണ്. അതെ, കടുവ എന്നല്ല, കടുവ ഗാംഭീരാണ് രാജാവ്. പുലി ടൈഗർ പവർ. ഇവിടെ ഉണ്ടാവും. അടിച്ചു മുറിച്ച് തിന്നുണ്ടോ വാരിയിലൊക്കെ, എല്ലാടക്കം കടിച്ചു മുറിച്ച് തിന്നുന്നത്. കടുവ മണ്ടനുമാണ് എന്ന രാജാവാണ്. പുലി ശരിക്കും വീക്ഷിച്ച് നോക്കി, വീക്ഷണം നോക്കി ഒക്കെ മെല്ലെ അവൻ ഇറങ്ങുള്ളൂ. മണ്ടത്തിൽ പോയി ചാടൂല. അതെ 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 അതെ. ഒരു കാലം ഇവിടെ അല്ല.